ചോറിനും ചപ്പാത്തിക്കൊക്കെ കറി ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റിലൊരു ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഈ എഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇവിടെ അഗാരോടെ എഗ് ബോയിലറിലാട്ടോ മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. ഫസ്റ്റ് ഇട്ട മുട്ട പുഴുങ്ങിയെടുക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് വേണത് എഗ് പൗച്ചർ വരുന്നുണ്ട്. പിന്നെ ഒരു മെഷറിംഗ് കപ്പ്, അതിന്റെ താഴെയായിട്ട് ഒരു പിന്നും വരുന്നുണ്ട്. മുട്ടയ്ക്ക് ഒരു ഹോൾ കൊടുത്തിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ടത്. അതിനുള്ളതാണ്. സോഫ്റ്റ് ബോയിലായിട്ടും മീഡിയം ബോയിലായിട്ടും ഹാർഡ് ബോയിലായിട്ടും നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതിന് വെള്ളത്തിൻ്റെ അളവൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഹാർഡ് ബോയിലായിട്ടാണ് ചെയ്തത്. അതിന് 85 മില്ലി വാട്ടറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ മുട്ടയും ഇതുപോലെ ആ ഒരു പിന്ന് വെച്ചിട്ടൊന്ന് ഹോളാക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മുട്ട അതിൽ വെച്ച് കൊടുക്കുക. അത് അതിൻ്റെ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. എന്നിട്ട് നേരെ നമുക്കൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മുട്ട പുഴുങ്ങിയെടുത്തത് റെഡി. പിന്നെ എഗ് പൗച്ചർ ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ചിക്കോ അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിക്കെടുക്കാം. അതുപോലെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ആദ്യം ആ ഒരു മുട്ട പിഴുങ്ങിയെടുക്കുന്ന ട്രേ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഈ ഒരു എഗ് പൗച്ചർ വയ്ക്കുക. എന്നിട്ട് 120 ml വെള്ളമാട്ടോ ഇതിൽ വെക്കേണ്ടത്. അങ്ങനെ നമുക്കത് ആവിക്ക് വേവിച്ചെടുത്താൽ അതും അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കരുത്. മല്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് മാത്രം മതി. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കിടിലൻ ടേസ്റ്റാണ്.